കാറ്റിലലയും കട്ടും മരക്കാരേ, വലക്കാരേ, കടൽക്കാരേ. വണക്കം. ആദ്യം ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ ജാമ്പവാന്മാരിയ്ക്കുന്ന ഒരു വേദി പങ്കിടാൻ സാധിച്ചതിന് അതിന് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് മുരുകൻ മാഷിനോട്. എന്നിങ്ങനെ ഒരു 10 ദിവസം മുന്നേ വിളിച്ചിട്ട് അപ്പം നീ എവിടെ ഉണ്ടെങ്കിലും എൻ്റെ പരിപാടിക്ക് വന്നിരിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഇന്നലെ ഞാൻ കോഴിക്കോട് ഷോ ആയിരുന്നു. അപ്പം ഞാൻ മാഷിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മാഷെ ഞാൻ ഞാൻ പ്രേതമായിട്ടെങ്കിലും വരുമെന്ന് പറഞ്ഞു. പക്ഷെ ഭാഗ്യത്തിന് ചത്തില്ല, ഞാൻ വന്ന്. എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളത്, മാഷ് എന്നെ പറഞ്ഞിരിക്കുന്ന മാതിരി ഒരാളൊരിക്കൽ കണ്ണട വെച്ചു കല്ലെറി കുരിശേറ്റം, മറ്റൊരാളൊരിക്കൽ കണ്ണട വെച്ചു ചെകിടടി വെടിയുണ്ട. ഇതെല്ലാം അറിഞ്ഞിട്ടും നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ ഒരു പുതിയ കണ്ണട എടുത്തു വെക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കാറുണ്ട്. സമൂഹത്തിൽ നടക്കുന്ന അസമ്മത്തങ്ങൾക്കെതിരെ അതിൻ്റെ പത്തി നോക്കി അടിക്കാൻ പറ്റുന്ന കവിതകൾ മാഷിന് ഇനിയും എഴുതാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. മാഷൊക്കെ എൻ്റെ ഇൻസ്പിറേഷനാണ്. പിന്നെ എനിക്ക് മക്കളോടാണ് പറയാനുള്ളത്, നല്ല കവിതകൾ കേൾക്കുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക, സമൂഹത്തിലെ ഉച്ചനീതിത്വങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന കണ്ണടകൾ നിങ്ങൾക്ക് വെക്കാൻ പറ്റുമെന്ന് ഞാൻ ആശംസിക്കുന്നു. ജയ് ഭീം. അല്ലേ, ഇത് ബേജാറില്ല, ഞാൻ വീട്ടിലാണ് ഇരിക്കുന്നത്, അതാണ്. കാറ്റിലലയും കട്ടും മരക്കാരേ, വലക്കാരേ, കടൽക്കാരേ, കടല് നീരിനുപ്പിൽ പിറന്നോരേ, വിശപ്പറിയാതെ അലഞ്ഞോരേ. കാറ്റിലലയും കട്ടും മരക്കാരേ, വലക്കാരേ, കടൽക്കാരേ, കടല് നീരിനുപ്പിൽ പിറന്നോരേ, വിശപ്പറിയാതെ അലഞ്ഞോരേ. ജയ് ഭീം, ജയ് ഭീം. ഹലോ.